അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ട്. ഈ ഡാറ്റ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഓർഡറിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് ഒരു A to Z, അതായത് ABCD എന്ന് A to Z അല്ലെങ്കിൽ Z to A നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ നമ്മൾ ഈ ഡാറ്റ സെലക്ട് ചെയ്ത് ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ A to Z എന്നുള്ളൊരു ഐക്കൺ കാണാം. സോ നമ്മൾ A to Z ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ABCD എന്ന ആൽഫബറ്റ് ഓർഡറിലോട്ട് നമ്മുടെ ഡീറ്റെയിൽസ് മാറുന്നതാണ്. സോ സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ്. സോ അവസാനമായി വരുന്നത് Z വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. സോ ഇതേ രീതിയിൽ നമുക്ക് ആൽഫബറ്റ് ഓർഡറിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡാറ്റാസ് സോർട്ട് ചെയ്യാൻ കഴിയും. സോ അടുത്തതായി അതിൻ്റെ താഴെ കാണുന്നത് Z to A എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Z to A, അതായത് Z വെച്ച് തുടങ്ങുന്ന ഐറ്റംസ് ആദ്യം വരികയും A വെച്ച് തുടങ്ങുന്ന ഐറ്റംസ് അവസാനമായി വരികയും ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് സോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും Z വെച്ച് വരുന്നത് ആദ്യം വരികയും A വെച്ച് വരുന്നത് അവസാനം വരികയും ചെയ്യും. സോ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ഐറ്റംസ് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് നമ്പേഴ്സിൻ്റെ കാര്യത്തിലും. ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ഒരു ഓർഡറിലല്ലാതെ ഞാനിവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡാറ്റ ടാബിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് A to Z എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. 1 2 3 10 എന്ന രൂപത്തിൽ ആദ്യം ലോവസ്റ്റ് ഫസ്റ്റ് എന്ന രീതിയിൽ, ആദ്യം ചെറിയതിൽ നിന്ന് തുടങ്ങി വലിയതിൽ അവസാനിക്കുന്ന രീതിയിൽ നമുക്കിത് സോർട്ട് ചെയ്യാൻ കഴിയും. സോ Z to A ആണെങ്കിൽ ഇതിൽ ഇവിടെ കാണാൻ കഴിയും ഹയസ്റ്റ് ടു ലോവസ്റ്റ്, അതായത് ഏറ്റവും കൂടിയ വാല്യൂ ആദ്യം വരികയും കുറഞ്ഞ വാല്യൂ അവസാനം ലഭിക്കുകയും ചെയ്യും. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 ആദ്യം വരികയും 1 അവസാനമായി വരികയും ചെയ്യും. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്മുടെ നമ്പേഴ്സും എല്ലാം സോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നമുക്ക് സെയിൽസ് ഓർഡർ എന്ന് പറയുന്ന വലിയൊരു ടേബിളുണ്ട്. സോ ഈ ടേബിൾ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേരിലാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. സോ അത് ആൽഫബറ്റ് ഓർഡറിൽ നമ്മൾ സോർട്ട് ചെയ്യുന്നു. സോ നമ്മൾ ഏത് കോളമാണോ സോർട്ട് ചെയ്യേണ്ടത് ആ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡാറ്റ ടാബിൽ ക്ലിക്ക് ചെയ്ത് സോർട്ട് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിളെല്ലാം ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവും. സോ നമ്മൾ സോർട്ട് ബൈ എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് റെപ്പ് എന്ന് പറയുന്ന കോളം നെയിം, മുകളിലെ കോളം നെയിമാണ് റെപ്പ് എന്ന് പറയുന്ന കോളം നെയിം സെലക്ട് ചെയ്യുക. സോ സെൽ വാല്യൂസ് ആണ് സോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഏതാണെന്ന് ചോദിക്കും, ഓർഡർ ചോദിക്കും, A to Z ആണോ അല്ലെങ്കിൽ Z to A ആണോ എന്ന് ചോദിക്കും. സോ നമ്മൾ A to Z സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പേര്, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേര് ആൽഫബറ്റ് ഓർഡറിൽ ഇതുപോലെ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയും. ഇത് സോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഡീറ്റെയിൽസും മാറിയിട്ടുണ്ടായിരിക്കും. സോ ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ കാണുന്നത് പോലെ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് Z to A എന്ന രീതിയിലും ഇത് സോർട്ട് ചെയ്യാം. സോ Z to A സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലായിരിക്കും ഇത് സോർട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഡാറ്റയിൽ തന്നെയുള്ള ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ നമുക്ക് ഇത് ഒരുപാട് ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റകൾ മാത്രം ഫിൽട്ടർ ചെയ്ത് കാണണമെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരുപാട് ഐറ്റം നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിൽ പെൻസിൽ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ മാത്രം ഡീറ്റെയിൽസ് കാണണമെങ്കിൽ, അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കാണണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഒരുപാട് ഡാറ്റയുള്ള വലിയ വലിയ ടേബിളുകളിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് വളരെ സഹായകരമായിരിക്കും. സോർട്ട് ചെയ്യേണ്ട ടേബിളിൻ്റെ ഹെഡിങ് ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഫിൽട്ടർ എന്ന് പറയുന്ന ഈ ഐക്കൺ, ഡാറ്റ ടാബിൽ തന്നെ ഫിൽട്ടർ എന്ന് പറയുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇതുപോലെയുള്ള ഒരു ആരോ ഇവിടെ നിങ്ങൾക്ക് കാണാം. ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ഒരു ആരോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമുക്ക് ഏതാണോ എവിടെയാണോ സോർട്ട് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഐറ്റം എന്ന് പറയുന്ന കോളമാണ് സോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അതിലേതെല്ലാം ഐറ്റം ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ സെലക്ട് ഓൾ എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഡീസെലക്ട് ആവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട ഐറ്റം, ഏതൊക്കെ ഐറ്റമാണ് വേണ്ടത്. സോ നമ്മൾ ആദ്യമായി ഇവിടെ ആദ്യം പെൻസിൽ എന്ന് പറയുന്ന ഐറ്റം മാത്രം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെൻസിൽ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എനിക്ക് പെൻസിൽ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ എനിക്ക് രണ്ട് ഐറ്റം കാണണമെങ്കിൽ, എനിക്ക് പെൻസിലും അല്ലെങ്കിൽ
പെൻ, ഡെസ്ക് എന്ന് പറയുന്ന ഈ 2 ഐറ്റമാണ് കാണേണ്ടതെങ്കിൽ ആ രണ്ടും ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെന്നിൻ്റെയും ഡെസ്കിൻ്റെയും ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാം കാണണമെങ്കിൽ നമുക്കിതുപോലെ ഇവിടെ സെലക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടിക്ക് മാർക്ക് എല്ലാത്തിലും വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. സോ അതുപോലെ നമുക്ക് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണത് കാണേണ്ടതെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേര് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഗിൽ എന്ന് പറയുന്ന റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേരിലുള്ള സെയിൽസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മളത് മാത്രം സെലക്ട് ചെയ്ത ശേഷം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേരിലുള്ള സെയിൽസ് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ കോളത്തിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ഫിൽട്ടറിങ് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വലിയ വലിയ ടാബിൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് വളരെ നമുക്കൊരു സഹായകരമായിരിക്കും. സോ നമുക്കിനി ഫിൽട്ടർ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഫിൽട്ടർ എന്ന് പറയുന്ന ഐക്കണിൽ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിൽട്ടറിങ് ഓപ്ഷൻ ഡിസേബിൾ ആവുന്നതാണ്. സോ നമുക്ക് ഇനി വേണമെങ്കിൽ രണ്ടാമത് സെലക്ട് ചെയ്ത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എനേബിൾ ചെയ്യാവുന്നതാണ്. അത് എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെയുള്ളൊരു ലിസ്റ്റ് ബോക്സ്, ഈ ഒരു ആരോ ഉള്ളൊരു ലിസ്റ്റ് ബോക്സ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. സോ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെല്ലിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വാല്യൂ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലാത്ത വാല്യൂ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു രീതിയിൽ നമുക്കൊരു സെല്ലിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ചെറിയ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യണം. സോ എനിക്ക് എൻ്റർ ചെയ്യേണ്ട രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 100-നും 200-നും ഇടയിലുള്ള രജിസ്റ്റർ നമ്പർ മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സെല്ലിനെ മാറ്റിയെടുക്കണം. സോ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡാറ്റ വാലിഡേഷൻ. സോ ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്ത് ഡാറ്റ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലെ ഓപ്ഷനായ ഡാറ്റ വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ് എന്ന ടാബിൽ ഇപ്പോൾ ഇതിലുള്ളത് അലോ എനി വാല്യൂ എന്നാണ്. നമുക്ക് ഈ സെല്ലിൽ ഏത് വാല്യൂ എൻ്റർ ചെയ്യാം. സോ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് 100-നും 200-നും ഇടയിലുള്ള വാല്യൂ മാത്രം എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സെല്ലിനെ മാറ്റാൻ പോകുന്നത്. നമ്മൾ ഈ ലിസ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വോൾ നമ്പർ എന്ന് സെലക്ട് ചെയ്യുക. അടുത്ത ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരുപാട് കണ്ടീഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുന്ന കണ്ടീഷൻ സെലക്ട് ചെയ്യുക. സോ നമ്മൾ മിനിമം എന്ന് പറയുന്നിടത്ത് നമ്മൾ 100 എൻ്റർ ചെയ്യുന്നു. മാക്സിമം എന്ന് പറയുന്നിടത്ത് 200 എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലിൽ ഇപ്പോൾ നമുക്ക് ഇനി 100-നും 200-നും ഇടയിലുള്ള സംഖ്യകൾ മാത്രമേ എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഞാനിപ്പോൾ ഇവിടെ 100 എൻ്റർ ചെയ്തു, ഓക്കെ. 150 എൻ്റർ ചെയ്തു, ഓക്കെ. 200 എൻ്റർ ചെയ്തു, ഓക്കെ. സോ ഞാനിവിടെ 99 എൻ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്കിതുപോലൊരു വാർണിംഗ് മെസ്സേജ് വരും. വാല്യൂ ഡസ് നോട്ട് മാച്ച് ദ ഡാറ്റ വാലിഡേഷൻ റെസ്ട്രിക്ഷൻസ് ഡിഫൈൻഡ് ഫോർ ദിസ് സെൽ. സോ നമ്മൾ ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെല്ലിൽ നമുക്ക് 100-നും 200-നും ഇടയിലുള്ള വാല്യൂസ് മാത്രമേ എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഈവൻ ടെക്സ്റ്റ് പോലെ എൻ്റർ ചെയ്താൽ പോലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഈ ഒരു രൂപത്തിൽ നമുക്ക് സെല്ലിനെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ വാലിഡേഷൻ ഉപയോഗിക്കാം. സോ ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ബിറ്റ്വീൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എല്ലാം ഉണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ ഡെസിമൽ, ടൈം, ഡേറ്റ്, ടെക്സ്റ്റ്, ഡേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡേറ്റ് മാത്രമേ എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ അതിൽ തന്നെ അടുത്ത് വരുന്ന ഒരു ടാബാണ് ഇൻപുട്ട് മെസ്സേജ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ സെല്ലിനൊരു മെസ്സേജ്, വാർണിംഗ് മെസ്സേജ് കൊടുക്കാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വാർണിംഗ് എന്ന് എഴുതി ടൈറ്റിൽ. സോ ഇവിടെ പ്ലീസ് എൻ്റർ നമ്പർ ബിറ്റ്വീൻ 100 and 200. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലൊരു ചെറിയ ബോക്സിൽ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വരും. പ്ലീസ് എൻ്റർ നമ്പർ ബിറ്റ്വീൻ 100 and 200. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന കസ്റ്റം മെസ്സേജ് നമുക്കിവിടെ വരുന്നതാണ്. അതുപോലെ അടുത്തൊരു ഓപ്ഷനാണ് എറർ അലേർട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ 100-നും 200-നും ഇടയിലല്ലാത്തൊരു സംഖ്യ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റം എറർ അലേർട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ്. സോ നമ്മളിവിടെ സ്റ്റൈൽ, ഇവിടെ വാർണിംഗ്, അതുപോലെ ഇൻഫർമേഷൻ എല്ലാം സെലക്ട് ചെയ്യാം. സോ നമ്മളിവിടെ വാർണിംഗ് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മളിവിടെ വാർണിംഗ് എന്ന് എഴുതുന്നു. മെസ്സേജ് ബോക്സിൻ്റെ ഹെഡിങ്
ശേഷം നമ്മളിവിടെ യു എൻറ്റേഡ് റോങ് ഡാറ്റ എന്നെഴുതുന്നു. ശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നമ്മളിവിടെ എൻ്റർ ചെയ്ത് ഞാനിവിടെ 80 എന്ന് എൻ്റർ ചെയ്താൽ നമ്മൾ കൊടുത്ത ആ കസ്റ്റം മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ്. വാണിംഗ് യു എൻറ്റേഡ് റോങ് ഡാറ്റ. ഓക്കെ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിലെല്ലാ ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ കൊടുത്ത വാലിഡേഷൻ എല്ലാം പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ ഓൾ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയി പോകുന്നതാണ്. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. സോ ഇപ്പോൾ ഇത് ഒരു നോർമൽ സെല്ല് പോലെയായി നമുക്ക് ഏത് വാല്യൂ നമുക്കിതിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എൻ്റർ ചെയ്യുന്ന വാല്യൂ റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഈ ഡാറ്റ വാലിഡേഷൻ ഉപയോഗിക്കാം. സോ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ ഞാനിവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു 7 ഫ്രൂട്ട്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ആപ്പിൾ, ബനാന, ഗ്രേപ്സ്, പൈനാപ്പിൾ, വീണ്ടും ആപ്പിൾ, ബനാന, ജാക്ക് ഫ്രൂട്ട്. സോ ഞാൻ ഈ ആപ്പിൾ, ബനാന എന്നുള്ളത് 2 വട്ടം എഴുതിയിട്ടുണ്ട്. സോ നമ്മളിത് ഒരുപാട് കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ തവണ അറിയാതെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലാതെ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഡാറ്റ സെലക്ട് ചെയ്യുക. ഡാറ്റ ടാബിൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോളം ഇ എന്ന് പറയുന്ന ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സെലക്ട് ചെയ്ത കോളം മാത്രം ഇവിടെ കാണിക്കും. സോ ശേഷം ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് കാണാൻ കഴിയും. 2 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 5 യുണീക്ക് വാല്യൂസ് റിമെയിൻ. സോ നമ്മൾ ആപ്പിൾ ബനാന എന്ന് 2 പ്രാവശ്യം എഴുതിയിരുന്ന ആപ്പിൾ ബനാന അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഡാറ്റ ടാബിൽ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളിനായിട്ട് ഞാനിവിടെ നെയിം, റോൾ നമ്പർ, മാർക്ക്, റിസൾട്ട് എന്നിവയെല്ലാം ഒരൊറ്റ സെല്ലിൽ ഇങ്ങനെ നമുക്ക് ചില സമയത്ത് നമ്മൾ ഡാറ്റാസ് കോപ്പി ചെയ്യുമ്പോൾ നമുക്കിതുപോലെ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത സെല്ലുകളിലാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒറ്റ സെല്ലിലാണുള്ളത്. സോ നമുക്കിതെല്ലാം വ്യത്യസ്ത കോളങ്ങളിലേക്ക് പെട്ടെന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ ടെക്സ്റ്റ് ടു കോളം എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വിൻഡോ വരും. ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓൾറെഡി ഇവിടെ വ്യത്യസ്ത കോളങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് വേണ്ടത് എത്ര കോളമാണോ അത്ര കോളത്തിൽ ഈ ആരോ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സിസ്റ്റം സ്വന്തമായി ചെയ്തിട്ടുള്ള നെയിം, റോൾ നമ്പർ, മാർക്ക്, റിസൾട്ട് എന്നിവ എല്ലാം വ്യത്യസ്ത കോളങ്ങളാവും. സോ നമുക്ക് വേണ്ടത് റോൾ നമ്പർ എന്നുള്ളത് ഒറ്റ കോളത്തിലാണ് വേണ്ടത്. സോ നമുക്ക് റോളിന് ശേഷമുള്ള ഈ ഒരു കോളം ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് അത് അടുത്ത ആരോക്കൊപ്പം വെക്കാവുന്നതാണ്. സോ ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ നമുക്ക് 1, 2, 3, 4 കോളംസായി നമുക്ക് വേണ്ട രീതിയിൽ നെയിം, റോൾ നമ്പർ, മാർക്ക്, റിസൾട്ട് അങ്ങനെ 4 കോളമായി മാറ്റാൻ കഴിഞ്ഞു. ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്കിവിടെ കോളംസ് കാണാൻ കഴിയും. ഓക്കെ, 4 കോളമായി മാറി. ശേഷം ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരൊറ്റ സെല്ലിലുണ്ടായിരുന്ന ഡാറ്റ നമുക്ക് 4 സെല്ലിലോട്ട് വ്യത്യസ്ത കോളങ്ങളിലായി മാറി. സോ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ സെല്ലിലുള്ള ഒരുപാട് ഡാറ്റകൾ വ്യത്യസ്ത സെല്ലിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. സോ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഡാറ്റ ടാബിൽ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനായ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ചെറിയ ടേബിൾ ഇവിടെയുണ്ട്. സോ നമ്മൾ ഫ്ലാഷ് ഫിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഡാറ്റയിൽ നിന്ന് ഒരു പ്രത്യേക ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഡേറ്റിൽ ഓർഡർ ഡേറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് ഡേറ്റ്, മന്ത്, ഇയർ എന്നീ രീതിയിലാണുള്ളത്. സോ എനിക്ക് ഇനി ഈ മന്ത് മാത്രം ഇങ്ങോട്ട് മാറ്റണം. സോ ഞാൻ കോളത്തിൻ്റെ പേര് മന്ത് എന്നെഴുതി. സോ എനിക്ക് ഈ ഡേറ്റിലെ മന്ത് മാത്രം ഇങ്ങോട്ട് എക്സ്ട്രാക്റ്റ് ചെയ്ത് മാറ്റണം. സോ ഞാൻ ആദ്യമായി എനിക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ 6 Jan 2019 എന്നാണ് ഇവിടെ. സോ എനിക്കതിൽ ജാൻ മാത്രം വേണം. അതിൽ കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ ഇവിടെ ഞാൻ JAN എന്ന് എഴുതി. ശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കോളങ്ങൾക്കും ഈ ഒരു ഫോർമാറ്റ് അപ്ലൈ ആവുന്നതാണ്. സോ നമുക്ക് അടുത്ത ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഡേറ്റിൽ നിന്നും ജാൻ എടുത്തു, അതുപോലെ 3ാമത്തെ കോളത്തിലെ ഫെബ്രുവരിയിൽ നിന്നും ഫെബ് എടുത്തു, അതുപോലെ മാർച്ചിൽ നിന്നും മാർച്ച് MAR എടുത്തു, ഏപ്രിലിൽ നിന്നും APR എടുത്തു.
ഇങ്ങനെ നമുക്ക് ഒരു ഡാറ്റയിൽ നിന്നും ഒരു പ്രത്യേകം നമുക്ക് വേണ്ട ഡാറ്റ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫ്ലാഷ് ഫിൽ ഉപയോഗിക്കാവുന്നതാണ്. സോ നമുക്കിനി അടുത്തതായി നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവിൻ്റെ കൂടെ ഇവരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണമെന്ന് നോക്കുക. സോ ഫോർ എക്സാമ്പിൾ ഇവരുടെ എല്ലാം ഇമെയിൽ ഐ ഡി ജിമെയിലാണ് എന്ന് കരുതുക. സോ ഞാനിവിടെ jones@gmail.com എന്നെഴുതി. സോ നമ്മൾ ആദ്യമായി ഒരു മോഡൽ എങ്ങനെ വേണമെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ജോൺസ് എന്നാണ് പേര്, jones@gmail എന്ന് എഴുതി ശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഫ്ലാഷ് ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അടുത്തത് കിവൽ എന്ന് പറയുന്ന പേരായിരുന്നു, kivel@gmail.com, jardin@gmail.com, gil@gmail.com എന്ന് നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഈ എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഫ്ലാഷ് ഫിൽ ഉപയോഗിക്കാവുന്നതാണ്.